പശ്ചാത്താപം എന്നത് ഒരു മുഅ്മിനിന്റെ അഭിമാനമാണ്. അതുകൊണ്ടൊരു സോറി എന്ന് പറയുന്നതിൽ ആരും മടി കാണിക്കരുത്, അത് പറയാതിരിക്കരുത്. ഹബീബിന്റെ ഒരു സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ബിലാൽ എന്നവരെ ഒരു വാക്ക് വിളിച്ചു. ഒരു റേസിസ്റ്റ് പ്രയോഗമായിട്ട് ഇന്ന് ലോകത്തുള്ള ഒരു രീതി. ഒരു കറുത്ത മനുഷ്യനെ ബ്ലാക്ക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് ലോക കോടതിയിൽ പ്രശ്നമാവും. ഒരു മനുഷ്യന്റെ സ്കിൻ കളർ വിളിക്കാൻ പാടില്ല എന്നാണ്. അബൂദർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരിരിക്കുന്ന ഒരു മജ്ലിസിൽ അബൂദർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ആ അഭിപ്രായത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു എതിർത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അടിമയായിരുന്ന ഒരാൾ ഗിഫാർ ഗോത്രത്തിന്റെ നേതാവായ അബൂദർ തങ്ങൾക്ക് മറുത്തു പറയുകയോ, അബൂദർ തങ്ങളുടെ ഉള്ളിലെ ആ ഒളിഞ്ഞു കിടക്കുന്ന അഹങ്കാരം അങ്ങ് പുറത്തു വന്നു. ഇബ്ന സൗദാ എന്ന് വിളിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. The son of a black woman, കറുത്ത ഒരു പെണ്ണിന്റെ മകനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബിലാൽ തങ്ങളുടെ ഉമ്മ ഹബശിയത്താണ്, എത്യോപ്യക്കാരിയായിരുന്നു. കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ എന്നവരെ വിളിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. ഒരു വിളിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഹബീബിന്റെ കോടതിയിൽ വിഷയം വെച്ച് റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു വരുത്തി മഹാനായ സ്വഹാബിയെ. അബൂദർ തങ്ങള് തലയിൽ മുണ്ടിട്ടുകൊണ്ടാ വന്നത് എന്നാ പേടിച്ചിട്ട്. നബി തങ്ങൾ ചോദിച്ചു, അബൂദർറേ അയ്യർതഹു ബി ഉമ്മി, സ്വന്തം ഉമ്മയുടെ പേര് പറഞ്ഞ് ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞ് ബിലാലിനെ നിങ്ങൾ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു. നബിയെ പറ്റിപ്പോയി, നബിയെ സംഭവിച്ചു പോയി നബിയെ. നബി തങ്ങളുടെ മറുപടി, ഇന്നകംറുഉൻ ഫീക ജാഹിലിയ്യ, അബൂദർറേ നിങ്ങളിൽ ജാഹിലിയത്തിന്റെ സ്വഭാവം ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ. ഇസ്ലാം കടന്നു വന്നു, ജാഹിലിയത്തില്ലായ്മ ചെയ്യപ്പെട്ടു. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ, ആ തിന്മയുടെ അംശം ഇപ്പോഴും നിങ്ങളിൽ ബാക്കിയുണ്ടല്ലേ. അയ്യർതഹു ബി ഉമ്മി, നിങ്ങൾ അങ്ങ് ദേഷ്യപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു അൻഹു തല മൂടി പിടിച്ചുകൊണ്ടാണ് മുഖം കൊടുക്കാതെ മദീനയിലൂടെ നടന്നു പോകുന്നത്. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തേ അബൂദറിന് പറ്റിയത്? അപ്പോഴാണ് കഥ അറിയുന്നത്. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ എന്ന് പറഞ്ഞ മദീനയിലെ ഹബീബിന്റെ സ്വഹാബി, ഹബീബിന്റെ മുഅദ്ദിൻ, അടിമയായിരുന്ന മഹാൻ, പിന്നീട് സ്വഹാബിയും സ്വതന്ത്രനുമായ മഹാൻ, അവരെ ചീത്ത വിളിച്ചതാ വിഷയം. അടുത്ത നിസ്കാരത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് നടന്നു പോകുമ്പോ വഴിയിലൊരാൾ മുഖം കവിള് വലത്തെ കവിൾ മേലെ വെച്ച് ഇടത്തെ കവിള് താഴെ വെച്ച്, ഇടത്തെ കവിള് താഴെ വെച്ച് വലത്തേത് മേലെ വെച്ച് ഒരാൾ വഴിയുടെ കുറുകെ കിടക്കുന്നുണ്ട്. ബിലാൽ എന്നവരെ പള്ളിയിലേക്ക് വാങ്ക് വിളിക്കാൻ പോകുമ്പോ ആരാ കിടക്കുന്നതെന്നറിയോ? ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് ഈ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ കവച്ചു വെച്ച് റോഡ് മുറിച്ചു കടക്കാൻ പോകുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ ബിലാലേ ബിലാലേ, നിങ്ങളുടെ ആ കാലുകൊണ്ട് ചെരുപ്പഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ കാലുകൊണ്ട് എൻ്റെ വലത്തെ കവിളിൽ നിങ്ങൾ ചവിട്ടണം, എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നിങ്ങളോട് തോന്നി എൻ്റെ അഹങ്കാരത്തെ ഞാനിവിടെ കുഴിച്ചു മൂടുകയാണ്. നിങ്ങളെക്കാളും വലിയവനും നിങ്ങളെക്കാളും വലിയ തറവാടിയുമാണ് ഞാനെന്ന എൻ്റെ സ്വത്വബോധത്തെ ഞാനിവിടെ അറുകുല ചെയ്യുകയാണ്. ബിലാലെ, നിങ്ങളുടെ വലത്തെ കാലുകൊണ്ട് എൻ്റെ വലത്തെ കവിളിലൊന്ന് ചവിട്ടിപ്പിടിക്കണേ. ആര് പറഞ്ഞു? അബൂദർ റളിയല്ലാഹു അൻഹു. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആരെങ്കിലും വന്ന് ഒരു മാപ്പ്, ഒന്ന് ക്ഷമിക്കണേ, പൊറുക്കണേ, അത് ആ ദേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, സാരല്ല, അതൊരു പ്രശ്നമാക്കരുത് എന്ന് പറയാൻ കഴിയാത്തതിന്റെ പേരിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണിത്. തെറ്റുപറ്റിയാൽ മാപ്പ് പറയാം. ബിലാൽ റളിയല്ലാഹു അൻഹു കവിളിൽ ചവിട്ടിയോ ഇല്ലയോ എന്നതാണ് മറ്റൊരു വിഷയം. ചവിട്ടിയില്ല. ബിലാൽ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് പൊക്കിപ്പിടിച്ചു, എണീപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂദറേ
അൻത അഖീ ഫില്ലാ, നിങ്ങൾ എൻ്റെ സഹോദരനാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ സഹോദരനാണ് അബൂദർറേ. നിങ്ങളെ ഞാൻ കവിളിൽ ചവിട്ടുകയോ, എങ്ങനത്തെ കവിളാണിത്? നിങ്ങളുടെ തല എന്ന് പറയുന്നത് തോലമാ സജദ ലില്ലാഹ്, അള്ളാഹുവിന് ഒരുപാട് സുജൂദ് ചെയ്ത തലയല്ലയോ ഇത്? ആ തലയിൽ നിങ്ങളുടെ കവിളിൽ ഞാൻ എൻ്റെ കാലുകൊണ്ട് ചവിട്ടുന്നത് നിങ്ങളുടെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യലല്ലേ? അതുകൊണ്ട് ഞാനത് ചെയ്യില്ല, എനിക്ക് ആ പ്രതികാരം വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എത്ര മനോഹരമാണിത്, എത്ര മനോഹരമാണിത്. ഇതാണ് പുണ്യനബി വളർത്തെടുത്തൊരു സമൂഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്.